ഹായ് നമസ്കാരം, ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ സിമ്പിളിനെ കുറിച്ചായിരുന്നു. ഫ്യൂച്ചർ സിമ്പിളിൽ കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും വെർബിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോകും, വരും, ചെയ്യും, കഴിക്കും എന്നുള്ള ഭാവി കാലത്തിലെ സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ പറയണമെങ്കിൽ ഈ ടെൻസിനെ ആശ്രയിക്കണം. ഞാൻ നാളെ ഡൽഹിക്ക് പോകും, നാളെ ഞാൻ ചെന്നൈക്ക് പോകും. ഈ രീതിയിൽ ആശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ ആശ്രയിക്കേണ്ടത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണ്. അതിൽ ഇംഗ്ലീഷിൽ വെറും വിൽ എന്ന് ഉപയോഗിച്ചിട്ട് ആ വെർബിൻ്റെ പ്രസന്റ് രൂപം ഉപയോഗിച്ചാൽ മതി. വിൽ റൈറ്റ് എഴുതും, വിൽ ഗോ പോകും, വിൽ ഈറ്റ് കഴിക്കും, വിൽ പ്ലേ കളിക്കും. അപ്പോൾ ഞാൻ നാളെ ഫുട്ബോൾ കളിക്കും എന്ന് പറയണമെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കളിക്കും എന്നുള്ള വെർബാണ്. വെർബിനെ ആശ്രയിച്ചാണ് സെൻറ്റൻസ് ഇരിക്കുന്നത്. വെർബാണ് ക്ലിയർ ആവേണ്ടതും. മറ്റതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. ചെന്നൈക്ക് എന്നുള്ളതിൽ ചെന്നൈയിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ നാളെ ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ പോകും എന്നുള്ള വെർബിലാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോകും എന്നുള്ളതിന് എന്താണ് വേണ്ടത്? വിൽ ഗോ. ആര് പോകും? ഞാൻ. ഐ വിൽ ഗോ. എവിടേക്ക്? ചെന്നൈക്ക്. വളരെ എളുപ്പമാണ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഏത് സെൻറ്റൻസ് ആണോ, എങ്ങനെയാണോ സെൻറ്റൻസ് ഉണ്ടാക്കാൻ, സെൻറ്റൻസിലെ നമ്മൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതിലത്തെ വെർബിലാണ്. ഈ ക്ലാസ്സിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഞാൻ പോകില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നോട്ട് ചേർക്കണം, ഐ വിൽ നോട്ട് ഗോ. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് നോക്കിയിട്ട് വിൽ നോട്ട്, ഷാൾ നോട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിലും സാധാരണയായിട്ട് വില്ലെന്ന് ഉപയോഗിച്ച് പോയാൽ മതി. ഷാളിനെ കുറിച്ച് ഷാളും ഉപയോഗിക്കാം, എങ്കിലും നേരിയ അർത്ഥ വ്യത്യാസം വരും. അത് പിന്നീട് പഠിക്കാം. നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കാനുള്ളത് കൊണ്ട് അതിനോട് കൂടെ ചേർത്ത് പഠിക്കാം. എന്നാൽ സാധാരണ നിങ്ങൾക്ക് പോകും, ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഒരു സെൻറ്റൻസ് പറയണമെങ്കിൽ വില്ലെന്നെ ഉപയോഗിച്ചാൽ മതി. അതിൽ വലിയ അപാകതയൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിൽ നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചു. ഈസ് റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്. പിന്നെ നമ്മൾ അത് പാസ്റ്റ് ടെൻസിലേക്ക് ആകുമ്പോൾ വാസ് റൈറ്റിംഗ്, വേർ റൈറ്റിംഗ്. ഇനി നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫ്യൂച്ചറിൽ അടിക്കണം. അപ്പോൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെയായിരുന്നു? എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എഴുതുകയാണ്. പാസ്റ്റ് ടെൻസിൽ എന്തായിരുന്നു? വാസ് റൈറ്റിംഗ്, വേർ റൈറ്റിംഗ്. എഴുതുകയായിരുന്നു. അത് സബ്ജക്റ്റ് ഏതായാലും സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വാസ് എന്നും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേറൊന്നും ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സബ്ജക്റ്റ് ഏകവചനം, കർത്താവ് ഏകവചനമാണെങ്കിൽ വാസും, കർത്താവ് ബഹുവചനമാണെങ്കിൽ വേറൊന്നും ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വിൽ ബി എന്നാണ് പോരുക. അപ്പോൾ നമ്മൾ ഈസ്, ആറ്, അതിൻ്റെ പാസ്റ്റ് എന്താണ്? വാസ്, വേർ. അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? വിൽ ബി, ഷാൾ ബി. വിൽ ബി എന്ന് തന്നെ നമുക്ക് പഠിച്ചു പോയാൽ മതി. പക്ഷേ ഷാൾ ബി ഉണ്ട് എന്നൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. മറക്കാൻ പാടില്ലാത്തതാണത്. സോ ഹി ഷാൾ ബി റൈറ്റ് എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെ വലിയ വ്യത്യാസമില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു ഡിറ്റർമിനേഷൻ വരും. കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് തലപ്പുണ്ണാക്കാതെ വിൽ ബി ഉപയോഗിച്ച് പോകാം. അപ്പോൾ വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും, ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥമൊക്കെ വരും. അപ്പോൾ ഗൗതം വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഗൗതമിനെയാണല്ലോ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ ആശയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ടെൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൗതമിനെ കൂട്ടുപിടിച്ചിട്ട്, ഞാൻ ഗൗതമിനെ വിടണ്ട, കൂടെ പിടിക്കാം നമുക്ക് എപ്പോഴും. ഗൗതം വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? വിൽ ബി ആയിരിക്കും. അപ്പോൾ ഗൗതം ഒരു ലെറ്റർ ആയിരിക്കും എന്നല്ല, ഗൗതം ഒരു ലെറ്റർ എഴുതുന്നതായിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ അർത്ഥം വന്നൂടെ? ഈ രീതിയിലൊക്കെ അർത്ഥം വരാം. അപ്പോൾ ഗൗതം വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. ഇനി അത് ബഹുവചനമാണെന്ന് നോക്കുക. ഗൗതം ആൻഡ് മാധുരി രണ്ടുപേരാണെങ്കിൽ ഗൗതം ആൻഡ് മാധുരി വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. അതിൽ വലിയ മാറ്റമൊന്നും വരുത്തണ്ട. അവർ രണ്ടുപേരും ചേർന്നിട്ട്, സ്വാഭാവികമായിട്ട് രണ്ടുപേരും ചേർന്ന് ഒരു കത്ത് എഴുതാറില്ല. നമുക്ക് പഠിക്കേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടി ഓരോ ഉദാഹരണം നമ്മൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നമ്മൾ ഉദാഹരണത്തിൻ്റെ പിന്നെ പോകണ്ട. നമുക്കതിൽ ശ്രദ്ധിക്കേണ്ടത് വിൽ ബി എന്നുള്ളതാണ്. വിൽ ബി റൈറ്റിംഗ്. റൈറ്റ് എന്നുള്ള വെർബിനോട് കൂടെ എൻ ചേർത്തു. ഇനി ഒരാൾ എഴുതാണ്, രണ്ടാൾ എഴുതാണ് വിചാരിച്ചിട്ടൊന്നും വേവലാതിപ്പെടാനില്ല. വിൽ ബി റൈറ്റിംഗ്, എഴുതുന്നതായിരിക്കും, എഴുതിക്കൊണ്ടിരിക്കുന്നുള്ള അർത്ഥം കാണാപാഠം മനസ്സിൽ പഠിച്ചു വയ്ക്കുക. ഐ വിൽ ബി ഗോയിങ് ടു ഡൽഹി ടുമോറോ. ഞാൻ നാളെ ഡൽഹിക്ക് പോകുന്നതായിരിക്കും. ഐ വിൽ ബി റൈറ്റിംഗ് ബൈ ദിസ് ടൈം ടുമോറോ. ബൈ ദിസ് ടൈം, ഈ സമയം ആകുമ്പോഴേക്കും ഞാൻ എഴുതുകയായിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വിൽ ബി ആണ് നമ്മുടെ ഫോക്കസ്, എസെൻസ്. വിൽ ബി. അപ്പോൾ ഗൗതം വിൽ ബി റൈറ്റിംഗ്. ഗൗതം ഒരു കത്ത് എഴുതുന്നതായിരിക്കും. ഗൗതം ആൻഡ് മാധുരി വിൽ ബി റൈറ്റിംഗ്. ഇനി ഇതിൽ നമ്മൾ എല്ലാ ടെൻസിലും നമ്മൾ എക്സെപ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഐ, വി, യു, ദേ. ഐ, വി, യു, ദേ, ഈ നാലെണ്ണം വരുമ്പോൾ എക്സെപ്ഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടും പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുമാണ് അങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ എന്നാണെങ്കിൽ ഐ വിൽ ബി റൈറ്റിംഗ്. യു ആണെങ്കിൽ യു വിൽ ബി റൈറ്റിംഗ്.
ദേ എന്നാണെങ്കിൽ ദേ വിൽ ബി റൈറ്റിംഗ്, വി ആണെങ്കിൽ വി വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ ടുമാറോ. നാളെ ഞങ്ങളൊരു കത്ത് എഴുതുന്നതായിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും എന്നുള്ള അർത്ഥം. ഇനി നമ്മൾ ഇതിന് നെഗറ്റീവ്, മറ്റുള്ള സെൻറ്റൻസുകൾ മറ്റുള്ള ടെൻസിലൊക്കെ ഇതിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ പഠിച്ചു. നെഗറ്റീവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതിലെല്ലാം നമ്മൾ ഒരു നോട്ട് ചേർത്തിട്ടാണ്. എവിടെയെങ്കിലും കൊണ്ടിട്ട് നോട്ട് ചേർത്താലും ശരിയാവില്ല, അതും ശ്രദ്ധിക്കണം. വിൽ നോട്ട് ബി റൈറ്റിംഗ്, ചില ഭാഗങ്ങൾ വിൽ ബി നോട്ട് റൈറ്റിംഗ് എന്നും കാണാം. കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള സ്ട്രക്ചറാണത്. സോ അപ്പോൾ പറയുകയാണെങ്കിൽ ഗൗതം വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കും, എഴുതുന്നതായിരിക്കും. ഇനി ഗൗതം എഴുതില്ല, ഗൗതം ഭയങ്കര മടിയുള്ള ആളാണെങ്കിലോ, എഴുതാൻ കൂട്ടാക്കുന്നില്ല, അപ്പോൾ ഗൗതം വിൽ നോട്ട് ബി റൈറ്റിംഗ് എ ലെറ്റർ. വിൽ നോട്ട് ബി ആണ് പറഞ്ഞ്, വിൽ ബി നോട്ട് റൈറ്റിംഗ് അല്ല പറഞ്ഞ്. ഗൗതം വിൽ നോട്ട് ബി റൈറ്റിംഗ് എ ലെറ്റർ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. വിൽ നോട്ട് ബി റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരിക്കില്ല, എഴുതുകയായിരിക്കില്ല എന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു. പഠിച്ചു വെക്കാൻ മറക്കരുത്. ഇനി ഗൗതം ആൻഡ് മാധുരി ആണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. ഗൗതം ആൻഡ് മാധുരി വിൽ നോട്ട് ബി റൈറ്റിംഗ് എ ലെറ്റർ. കഴിഞ്ഞു. ഇനി ഐ ആണെങ്കിൽ ഐ വിൽ നോട്ട് ബി റൈറ്റിംഗ്, യു വിൽ നോട്ട് ബി റൈറ്റിംഗ്, ദേ വിൽ നോട്ട് ബി റൈറ്റിംഗ്, വി വിൽ നോട്ട് ബി റൈറ്റിംഗ്. ഈ രീതിയിലാണ് വരുന്നത്. ഇനി ഇത് നമ്മൾ മറ്റുള്ള ടെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില്ലിനെ വിൽ ബീനെ ആദ്യം കൊണ്ടുവരണം. ആദ്യം കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് വില്ലിനെ കൊണ്ടുവന്നാൽ മതി, പിന്നെ ആ പേര് പറഞ്ഞതിന് ശേഷം ബി വെച്ചാൽ മതി. അതാണ് ഭംഗി, സെൻറ്റൻസിൻ്റെ ഒരു ഭംഗി. അപ്പോൾ വിൽ ഹി ബി റൈറ്റിംഗ് എ ലെറ്റർ, വിൽ ബി ഹി എന്ന് പറയേണ്ട, കുറച്ചുകൂടെ നന്നായിട്ട് വിൽ ഹി ബി റൈറ്റിംഗ് എ ലെറ്റർ. എന്താ അവരൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുമോ, എഴുതുകയായിരിക്കുമോ? അപ്പോൾ നമ്മൾ വെറുതെ ഉത്തരം ഉണ്ടാക്കി പഠിക്കേണ്ട എളുപ്പത്തിന് വേണ്ടി ഹി വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, നോ ഹി വിൽ നോട്ട് ബി റൈറ്റിംഗ് എ ലെറ്റർ. ഇനി ഗൗതം ആൻഡ് മാധുരി ആണെങ്കിലോ, വിൽ ഗൗതം ആൻഡ് മാധുരി ബി റൈറ്റിംഗ്, വിൽ ഗൗതം ആൻഡ് മാധുരി ബി, വിൽ ബി ചേർത്തിട്ടല്ല പറഞ്ഞത്, വിൽ ഗൗതം ആൻഡ് മാധുരി ബി റൈറ്റിംഗ് എ ലെറ്റർ. അവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതുമായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതിലെ ടെൻസിലെ നോർമൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, അതിനുശേഷമുള്ള അതിനെ നെഗറ്റീവ് ഉണ്ടാക്കാനുള്ളത് പഠിച്ചു. ഇനി ഈ ഹെൽപ്പിംഗ് വെർബ് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യം അങ്ങനെ ചെയ്യുമായിരിക്കുമോ, പോവുകയായിരിക്കുമോ, പറയുമായിരിക്കുമോ എന്നുള്ള അർത്ഥത്തിൽ വില്ലിനെ കൊണ്ടുവന്നിട്ട് ചോദ്യം ഉണ്ടാക്കി പഠിച്ചു. പിന്നെ അതിനും ഇനി നെഗറ്റീവ് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്യുക ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നതിന് അങ്ങനെ ചെയ്യുക ആയിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നോട്ടും കൂടെ വീണ്ടും നമ്മൾ അതിൽ അടിച്ചാണ്. വിൽ ഹി ബി നോട്ട് റൈറ്റിംഗ്, വിൽ ഹി ബി നോട്ട് റൈറ്റിംഗ്, വിൽ ഗൗതം ബി നോട്ട് റൈറ്റിംഗ്, വിൽ ഗൗതം ആൻഡ് മാധുരി ബി നോട്ട് റൈറ്റിംഗ്. വളരെ സിമ്പിളാണ്. നമ്മൾ മറ്റുള്ളതൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നേരിയ വ്യത്യാസം ഓരോ ടെൻഷനും വരുന്നുള്ളൂ. ഇതൊന്ന് വില്ല് പോയിട്ട് വിൽ ബി ആയിരിക്കും, ആ ഒരു തുടർച്ച ഉണ്ടായിരിക്കും, കണ്ടിന്യൂസിൻ്റെ എഴുതുക ആയിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും, ഇങ്ങനെയുള്ള രീതിയിൽ വരുന്നുണ്ട്. മറ്റുള്ളതിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, അതും കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ പഠിച്ചു. ഇതൊക്കെ പഠിക്കേണ്ട സൗകര്യത്തിന് വേണം, ഇങ്ങനെയല്ല ഇതൊന്നും പഠിക്കേണ്ടത്. സത്യത്തിൽ നമുക്ക് ബേസിക് ഗ്രാമർ എളുപ്പമാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്ക് വഴിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കും എന്നുള്ള എസൻസിൽ വിൽ ബി റൈറ്റിംഗ്, എഴുതുകയായിരിക്കും, വിൽ നോട്ട് ബി റൈറ്റിംഗ്, എഴുതുകയായിരിക്കില്ല. നമ്മൾ വിൽ ബി മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യം ഉണ്ടാക്കി പഠിച്ചു. ഇനി ഗൗതം എന്തെഴുതുകയായിരിക്കുന്നതാണ് ചോദിക്കുന്നത്, വാട്ട് വിൽ ഗൗതം ബി റൈറ്റിംഗ്. ഇനി ഗൗതം ആൻഡ് മാധുരി ആണെങ്കിൽ വാട്ട് വിൽ ഗൗതം ആൻഡ് മാധുരി ബി റൈറ്റിംഗ്, വാട്ട് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടാക്കി. ഇനി വെൻ ആണെങ്കിൽ വെൻ വിൽ ഗൗതം ബി റൈറ്റിംഗ്, ഹൗ വിൽ ഗൗതം ബി റൈറ്റിംഗ്, വേർ വിൽ ഗൗതം ബി റൈറ്റിംഗ്. ഈ തരത്തിൽ ചോദ്യം ഉണ്ടാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കല്ലിൽ കൊത്തിവെച്ച അക്ഷരം പോലെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. സത്യത്തിൽ ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നതിലും നല്ല നിങ്ങളൊരു ചെറിയ നോട്ട് പുസ്തകം എടുത്ത് പെൻസിലും പേനയും എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്നതിനോട് കൂടെ അതിൽ പ്രത്യേകിച്ച് ഫോക്കസ് വിൽ ബി റൈറ്റിംഗ്, വിൽ നോട്ട് ബി റൈറ്റിംഗ്, ഇത്രയും പഠിച്ചാൽ മതി. കാരണം ഇതിനകത്ത് സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വലിയ കൺഫ്യൂഷനൊന്നുമില്ല, വലിയ ഈസും ആറും ഹാസും ഹാവും പോലത്തുള്ള ഇതൊന്നും പ്രത്യേകതകളില്ലല്ലോ. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് പറഞ്ഞത്. ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിൽ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സെൻറ്റൻസുകൾ പറയണമെങ്കിൽ നമ്മൾ ഈ ടെൻസിനെ ആശ്രയിക്കണം. വിൽ ബി റൈറ്റിംഗ്, ഷോൾ ബി റൈറ്റിംഗ്. ഷോൾ ബി കണ്ടാൽ അറിയില്ല എന്ന് പറയരുത്, ഇത് തന്നെയാണ് അർത്ഥം. നേരിയ വ്യത്യാസമുണ്ട്, അത് സാന്ദർഭികമായിട്ട് മാറും സബ്ജക്റ്റിനനുസരിച്ചിട്ട്. അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അത് വിട്ടുപോയാലും വലിയ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഒന്നുമല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ പഠിച്ചു പോയാൽ അതും വേണമെങ്കിൽ നമുക്ക് ഷുഡും ക്യാനും മൈറ്റും ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നോർമൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെങ്കിൽ വിൽ ബി ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ്. വിൽ ബി റൈറ്റിംഗ്, വിൽ നോട്ട് ബി റൈറ്റിംഗ്, വിൽ ഹി ബി റൈറ്റിംഗ്, വോണ്ട് ഹി ബി റൈറ്റിംഗ്, ഈ രീതിയിലാണ് വരുന്നത്. എഴുതുകയായിരിക്കും, എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളത് മറക്കരുത്. അപ്പോൾ നിങ്ങളിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ. പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും, എല്ലാ ക്ലാസ്സിൻ്റെയും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ബേസിക് ഗ്രാമർ വളരെ ഷോർട്ട് കട്ടിലാണ് പറയുന്നത്. അതാണ് ഈ വിൽ ബി റൈറ്റിംഗ് എന്ന് മാത്രം ഞാൻ പഠിക്കാൻ പറഞ്ഞു. വിൽ നോട്ട് ബി റൈറ്റിംഗ് എഴുതുക ആയിരിക്കില്ല എന്ന്. സബ്ജക്റ്റ്, സിംഗുലർ, പ്ലൂറൽ, ഇതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു വേറെ ഒരു രീതിയിൽ ഈ ടെൻസിൻ്റെ അവസാന സമയത്ത് കുറച്ചും കൂടെ ഇതിനെ കൺസൈസ് ആയിട്ട് വളരെ ചുരുക്കിയിട്ട് ഒരു രീതിയിൽ പറഞ്ഞു തരാം, എങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഐഡിയയിൽ. അപ്പോൾ ഇങ്ങനെ ഈ ക്ലാസ് പോട്ടെ. ഇന്നത്തേക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടെൻസുമായിട്ട് വരാം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നതോടൊപ്പം ക്ലാസ് എൻജോയ് ചെയ്യണമെന്നും കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ചാനൽ കണ്ടതിന് വളരെയധികം നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.